രാജ്യത്തിന്റെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. ആ പുരസ്കാരം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത് 21 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം മോഹൻലാലിലൂടെയാണ് എന്നത് മലയാളികൾക്ക് മുഴുവൻ ഏറ്റവും സന്തോഷം പകരുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു കേക്ക് മുറിച്ചുകൊണ്ട് ആ സന്തോഷം പങ്കിടുന്നു മാധ്യമപ്രവർത്തകരുമായി. 48 വർഷങ്ങളായി അദ്ദേഹം മലയാള സിനിമയിലുണ്ട്. മലയാളികളുടെ പല പല ജീവിത സാഹചര്യങ്ങളിൽ പല പല ജീവിതാനുഭവങ്ങളിലൊക്കെ മോഹൻലാലിൻ്റെ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ നമുക്ക് കൂട്ടായുണ്ട്. അത്രയേറെ മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ ഇഴചേർന്നിരിക്കുന്ന ഒരു പേരാണ് മോഹൻലാൽ എന്നത്. ആ മോഹൻലാലിന് ഈ പുരസ്കാരം തേടിയെത്തുമ്പോൾ മലയാളം മുഴുവൻ അഭിമാനത്തിലാണ്, സന്തോഷത്തിലാണ്. അദ്ദേഹം ഈ പുരസ്കാരം നൽകിയ ജൂറിക്കും സർക്കാരിനും ഒപ്പം മലയാള സിനിമയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തുടങ്ങിയത്. ഈ മലയാള സിനിമയ്ക്ക് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം. ഇപ്പോഴും അദ്ദേഹം പറയുന്നു, മലയാള സിനിമയിൽ എത്തുമ്പോൾ ഒരിക്കലും കരുതാത്ത കാര്യമാണ് ഇത്രയും വർഷം സിനിമയിൽ ഉണ്ടാവുക, ഇത്രയേറെ പുരസ്കാരങ്ങൾ തേടിയെത്തുക എന്നതൊന്നും അന്ന് കരുതിയിരുന്നതല്ല. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് മോഹൻലാൽ എന്നതുകൂടി ഓർക്കണം. 18 വയസ്സിൽ അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തിയതാണ്. അന്നു മുതൽ ഇപ്പോൾ ഈ 64 വയസ്സ് വരെയും അദ്ദേഹം മലയാള സിനിമയ്ക്കൊപ്പമുണ്ട്. മലയാള സിനിമ അദ്ദേഹത്തിനൊപ്പമാണ് അതിനിടെ വളർന്നത്. ആ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ, മലയാളത്തിൻ്റെ അഭിമാനമായ താരത്തിനാണ് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കൂടി ലഭിച്ചിരിക്കുന്നത്. ചേട്ടാ സ്റ്റില് സൈഡേക്ക് പുറകിലുണ്ട് ലോക്ക് ചെയ്തോ? നാളെ ദൃശ്യം സിനിമയുടെ ചിത്രീകരണം തുടങ്ങാൻ പോവുകയാണ്. മലയാള സിനിമയുടെ ഒരു സമയത്ത് ഗതി മാറ്റി എഴുതിയ ചിത്രമായിരുന്നു ദൃശ്യം. ദൃശ്യത്തിന് ശേഷം ദൃശ്യം 2നും അതേ തരത്തിലുള്ളൊരു സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇപ്പോൾ ഇതാ ദൃശ്യം 3 നാളെ തുടങ്ങാനിരിക്കുന്നു. മോഹൻലാലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ചൊരു വർഷം ആണ് ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ എത്തി നിൽക്കുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെതായ 3 പ്രധാനപ്പെട്ട ഹിറ്റുകളാണ് എമ്പുരാൻ, അതിനുശേഷം വന്ന തുടരുമിന് ശേഷം ഹൃദയപൂർവ്വം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ തിരിച്ചെത്തിയത് തുടരും എന്ന ചിത്രത്തിലൂടെ സത്യൻ അന്തിക്കാടും മോഹൻലാലും തിരിച്ചെത്തിയപ്പോൾ അതിനെയും പ്രേക്ഷകർ ഏറ്റവും സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. തൊട്ടു മുൻപ് വന്ന തുടരും തരുൺ മൂർത്തി ആ വേദിയിലുണ്ടായിരുന്നു. ഒരു പുതിയ സംവിധായകനൊപ്പം അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു വേഷത്തിലെത്തി. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ ഒരു വർഷം കൂടിയായിരുന്നു ഈ 2025. ആ വർഷത്തിൽ അദ്ദേഹത്തെ തേടി ഈ വലിയ ഉന്നതമായ പുരസ്കാരം കൂടി എത്തുമ്പോൾ അതിൻ്റെ സന്തോഷം ഇരട്ടിയാണ്. വരുന്ന ചൊവ്വാഴ്ചയാണ് ഡൽഹിയിൽ വെച്ച് പുരസ്കാര ദാന ചടങ്ങ് നടക്കുന്നത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് അത് സമ്മാനിക്കുന്ന വേദിയിലാണ് ഈ പുരസ്കാരവും സമ്മാനിക്കപ്പെടുന്നത്. അവിടെ മലയാള സിനിമയിൽ നിന്നുള്ള മോഹൻലാൽ ദേശീയ പുരസ്കാരം അല്ലെങ്കിൽ
സിനിമയിലെ ഏറ്റവും ഉന്നതമായ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഒപ്പം പ്രിയപ്പെട്ട ഉർവശി കൂടിയുണ്ട്. ഉർവശിയും വിജയരാഘവനും ആ വേദിയിലുണ്ടാവും. അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ട് മലയാള സിനിമയെ സംബന്ധിച്ച്. ആ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ ഉർവശിയും മോഹൻലാലും മലയാളത്തിൻ്റെ ഏറ്റവും അഭിമാനമായ 2 താരങ്ങൾ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒന്നിച്ചവരെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവർ ഒരുമിച്ച് എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ആ 2 പേരും ഒന്നിച്ച് മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് അവിടെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിലെത്തുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണ സംഭവിക്കുകയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരം മലയാളത്തിൻ്റെ മോഹൻലാലിനെ തേടിയെത്തുമ്പോൾ അദ്ദേഹം വിനയാന്വിതനാവുന്നു. ജൂറിയോടും ഒപ്പം ഇത്രയും നാൾ തന്നെ സ്നേഹിച്ച തനിക്കൊപ്പം നിന്ന എല്ലാ പ്രേക്ഷകരോടും അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിനയാന്വിതനാവുന്നു. മഹാരഥന്മാർക്ക് ലഭിച്ച പുരസ്കാരമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വാസ്തവമാണ്. ഈ പുരസ്കാരം മുൻപ് നേടിയ ആളുകളുടെ പേരുകൾ എടുത്താൽ നമുക്കറിയാം. അത് ഇന്ത്യൻ സിനിമയിലെ അതികായർ, ഇന്ത്യൻ സിനിമയെ വഴിവിളക്കായി നിന്ന ആളുകൾക്കാണ് ഈ പുരസ്കാരം മുൻപ് ലഭിച്ചിട്ടുള്ളത്. ആ നിരയിലേക്ക് മലയാളത്തിൻ്റെ നമ്മുടെ സ്വന്തം മോഹൻലാൽ കൂടി എത്തുന്നു. കരിയറിൽ ഇത്രയേറെ ആക്റ്റീവായി, ഇത്ര സജീവമായി തന്നെ കമേഴ്ഷ്യൽ സിനിമകളിലടക്കം തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം തേടിയെത്തുന്നത് അപൂർവമാണ്. നേരത്തെ രജനീകാന്തിനും അമിതാഭ് ബച്ചനും ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മോഹൻലാലിൻ്റെ പ്രായത്തിൽ ആ പുരസ്കാരം നേടി ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് മലയാള സിനിമ ദേശീയ ചലച്ചിത്രദാന പുരസ്കാര വേദിയിലേക്ക്, ദേശീയ ചലച്ചിത്രത്തിൻ്റെ ആ ചലച്ചിത്ര മേഖലയുടെ വലിയ ക്യാൻവാസിലേക്ക് നമ്മുടെ മലയാളവും തല ഉയർത്തിപ്പിടിച്ച് നടന്നു കയറുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒരുപക്ഷെ മലയാള സിനിമ ദേശീയ തലത്തിൽ മറ്റ് ഇൻഡസ്ട്രികളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയത്ത് മോഹൻലാൽ എല്ലാവരുടെയും ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാ സിനിമ പ്രേക്ഷകരുടെയും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രിയ താരമാണ് മോഹൻലാൽ. അപ്പോൾ അത് നമ്മളെപ്പോഴും ഈ ബോളിവുഡ് സിനിമയിലെയൊക്കെ താരങ്ങളൊക്കെ അവരുടെ ഇൻ്റർവ്യൂകളിൽ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. ആ നിരയിൽ അങ്ങനെ വളരെ വളരെ സജീവമായി നിൽക്കുമ്പോൾ തന്നെ നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, സന്തോഷമായോ? വലിയ സന്തോഷം വേണോ? എന്തായാലും മോഹൻലാല് വലിയ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച മറുപടി ഇന്നലെ മുതൽ അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത്. ഇത്രയും വലിയ പരമോന്നത അധികാരം കിട്ടിയിട്ടും അദ്ദേഹം എത്ര വിനയത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയത്. നമുക്കിവിടെ നമ്മളോടൊപ്പം ഇപ്പോൾ സംവിധായകൻ തരുൺ മൂർത്തിയുടെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ചോദിക്കാം. കാരണം ഈ വർഷത്തും അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന് തുടരുമാണ്. അതിന്റെ സംവിധായകനാണ് തരുൺ മൂർത്തി. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വലിയ